ഹലോ, എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇത് പാറശാല റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ട്രെയിൻ ഉണ്ട്. കന്യാകുമാരി ടു മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്. ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് പോലെ ആയില്ലേ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ കേട്ടു. അപ്പോൾ ദൂരത്ത് നിന്ന് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ദൂരത്ത് നിന്ന് ഒരു ലൈറ്റൊക്കെ വരുന്ന കണ്ടോ, അത് നമ്മുടെ ട്രെയിന് വരുന്നതാണേ. അപ്പോൾ നമ്മുടെ ട്രെയിന് വന്ന് ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇത് എത്തി. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാമേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇപ്രാവശ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര പണിയാണ്. ഇപ്രാവശ്യം കയറിയ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിട്ടിയത് ഒന്നൊന്നര പണിയാണ്. ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ആകെ പണിയാവും. അപ്പോൾ കണ്ണൂരെത്തുമ്പോഴത്തേന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കൊണ്ട് കളിക്കുമല്ലോ. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പം ഒരു ചെറിയൊരു മടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫോണെടുത്ത് റീൽസ് കാണും. ഫോണിനുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കുറേ കാഴ്ചകളൊക്കെ നമ്മളിതുപോലെ ഷൂട്ട് ചെയ്ത് ഒക്കെ വയ്ക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുവരെയായിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കയറിയ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കയറിയതിൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് സമയവും ഫോൺ ഓഫാവും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല തെളിഞ്ഞ ആകാശം, നല്ല പച്ചപ്പരവതാനി വിരിച്ചിരിക്കുകയാണ്. നിലങ്ങളൊക്കെ, മരങ്ങൾ, ചെടികളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ യാത്രയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. മടുപ്പുണ്ടാവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ മടുക്കുന്ന സമയത്ത് ഇതുപോലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഡോറിൻ്റെ അടുത്തൊക്കെ കാറ്റൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. എന്താ പറയുക, ഇതിനൊന്നും നമുക്ക് പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിത് ഏകദേശം കണ്ണൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആവും ഇപ്പോൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.